ദൈവത്തിന് നമ്മളെ കൈവിടാനായിരുന്നെന്നുണ്ടെങ്കിൽ കർത്താവിനെ അയച്ച് പരുവത്തിലാക്കേണ്ട കാര്യമില്ല. അപ്പം കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവിനെ സ്വന്തം മകനെ അയച്ചു തന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നീ വിശ്വാസത്തിലെടുക്കണം. അതുകൊണ്ട് നീ പതറരുത്, മരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യരുത്. കാര്യമെന്താ? നീ ഇവിടെ കൊണ്ട് നിന്നെ വരുത്തിയില്ലേ, ഇവിടെ നീ വന്നില്ലേ, ഈ മണ്ണിൽ നീ കാല് കുത്തി കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ അർത്ഥം? നിൻ്റെ വിഷയത്തിൽ ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് കൃത്യമായിട്ട് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ട്. ഇനി നീയായിട്ട് ആ മാർഗം കളയരുത്. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഉടമ്പടി തന്നെയാണ് ഒരു മാർഗം. എന്താ കാര്യം? നമ്മൾ 6 കാര്യങ്ങൾ ചെയ്യുകയാണ്. കാരുണ്യപ്രവൃത്തി ചെയ്യണില്ലേ? അല്ലേ? ചെയ്യണ്ട, ഇല്ലെങ്കിൽ കൗൺസിലിംഗ് വരുമ്പോൾ അറിയാൻ പറ്റും. കാരുണ്യപ്രവൃത്തി അത് ആര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്ന്, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറയുമ്പോഴേ കർത്താവ് പറഞ്ഞ വഴി ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴേ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്.